പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പോപ്പുലർ അൺപോപ്പുലർ ഹിസ്റ്റോറിക്കൽ പിൽഗ്രിമേജസ് ആൻഡ് ടൂറിസ്റ്റ് പ്ലേസസ് എന്ന നമ്മുടെ ഈ വീഡിയോയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ വിവേകാനന്ദ പാറയിൽ വന്നിറങ്ങി. കഴിഞ്ഞ എപ്പിസോഡിൽ വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്രയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ വിവേകാനന്ദ പാറയിൽ വന്നിറങ്ങി ബോട്ടിൽ നിന്നിറങ്ങിയിട്ട് നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാഴ്ചകളും വിവേകാനന്ദ പാറയുടെ കാഴ്ചകളുമാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് 30 രൂപയാണ് പെർ ഹെഡ് ഫീ ഉള്ളത്. അതേപോലെ ഇതിനുള്ളിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലമുണ്ട്. അതിന് പൈസ കൊടുത്ത് സൂക്ഷിക്കാവുന്ന സ്ഥലങ്ങളും അല്ലാതുള്ള സ്ഥലങ്ങളുമുണ്ട്. നമുക്ക് ഈ ഫെറി ചാർജും എൻട്രൻസ് ചാർജും രണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ ഫെറി ചാർജിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ എൻട്രൻസ് ചാർജ് കൂടെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഒന്നിച്ച് ഇവിടെ വന്നൊരു ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ വിവേകാനന്ദ പാറയിലേക്ക് നടക്കുകയാണ്. ഈ വഴി പോകുന്ന സമയത്ത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നല്ല കാറ്റാണ് ഇവിടെ, ഭയങ്കരമായ കാറ്റാണ്. കണ്ടില്ലേ, ഒരു ചെറിയ തടാകം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയാണ്. അത് വിവേകാനന്ദ സ്മാരകമാണ് നമ്മൾ കാണുന്നത്. വിവേകാനന്ദ പാറയിൽ കുടികൊള്ളുന്ന വിവേകാനന്ദ സ്മാരകം. ഈ വിവേകാനന്ദ പാറയിൽ ഈ സ്മാരകം വരുവാനുണ്ടായ ചരിത്രത്തെക്കുറിച്ചും അതിൽ ഉണ്ടായ സംഭവ കഥകളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ഞാൻ വിശകലനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചെരുപ്പ് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഈ ചെരുപ്പ് സൂക്ഷിക്കാൻ നമുക്കിവിടെ വേണമെങ്കിൽ ഈ പാറക്കെട്ടിന് മുകളിൽ വെറുതെ ഇട്ടിട്ട് പോകാം. അപ്പോൾ ഗ്യാരണ്ടി ഒന്നുമില്ല, വെറുതെ അവിടെ ഇടാം. അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അതേസമയം തൊട്ടപ്പുറത്ത് തന്നെ അത് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു കൗണ്ടറുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ കൗണ്ടറിൽ ഒന്നും പോയില്ല. ഇതാണ് ആ കൗണ്ടർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കൗണ്ടറിൽ സൂക്ഷിക്കുന്നതിന് എനിക്ക് തോന്നുന്നു 5 രൂപ എന്തോ ആണ് ഫീസുള്ളത്. അത് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കൗണ്ടറിൽ ചെരുപ്പ് സൂക്ഷിക്കാം. പക്ഷേ ഞാനങ്ങനെ കൗണ്ടറിലൊന്നും സൂക്ഷിച്ചില്ല. വെളിയിലിട്ടിട്ട് ഇതുവഴി മേപ്പോട്ട് കയറി വരുന്ന സമയത്ത് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന, കരകൗശല വിദഗ്ധരുടെ എല്ലാ പ്രാഗൽഭ്യങ്ങളും തെളിയിക്കുന്ന ഒരു കലാവിരുത് തന്നെ ഇവിടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. വിവേകാനന്ദ സ്മാരകം അവിടെ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. നമ്മളിവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറേ വെള്ള വരകൾ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. അത് പെയിൻറ് ചെയ്തിരിക്കുക. അതായത് ഈ വെയിലിൻ്റെ ചൂട് നമുക്ക് കാലിലടിക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പോഴത്തെ കാലത്ത് ഈ ടെറസിൻ്റെ മുകളിലൊക്കെ ഇത് അടിക്കാറുണ്ട്. നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ഇത് അടിക്കാറുണ്ട്. കാരണം വെയിലേറ്റാലും കാല് പൊള്ളത്തില്ല. ഇത് വിവേകാനന്ദ സ്മാരകത്തിലേക്കുള്ള വഴിയാണ്. അവിടെ ഒരു മണ്ഡപമുണ്ട്. അതേപോലെ ഇവിടെ കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ വേദാന്ത തത്വശാസ്ത്രത്തിൻ്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവും ഇന്ത്യയിലെമ്പാടും സ്വാധീനമറിയിച്ച ആത്മീയ ഗുരുവുമാണ് വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. സ്വാമികളുടെ സ്മാരകമായിട്ടാണ് ഇത് തീർത്തിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള ചില ചരിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് പ്രതിപാദിക്കാം. ഇന്ത്യയിൽ എമ്പാടും ഇവിടെ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് ഫോട്ടോഗ്രഫി അനുവദനീയമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാതെ അകത്ത് കയറി സ്വാമികളെ കണ്ട് തൊഴുതിട്ട് തിരിച്ചിറങ്ങി. അവിടെ തിരുവള്ളുവർ പ്രതിമ കാണാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെമ്പാടും സ്വാധീനമറിയിച്ച ഒരു ആത്മീയ ഗുരുവായിരുന്നു ശ്രീ വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകനുമാണ്. സന്യാസിയാകുന്നതിന് മുൻപ് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു പേർ. ഇന്ത്യയുടെ യുവത്വത്തെ തൊട്ടുണർത്താൻ വിവേകാനന്ദ സ്വാമിയുടെ പ്രബോധനങ്ങൾ സഹായകമായിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു.
അതേപോലെ വിവേകാനന്ദ സ്വാമിയുടെ ആവിർഭാവം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. ഇവിടെ ഒരു ലൈബ്രറി പോലെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ലൈബ്രറിയിലേക്ക് ഞാനൊന്ന് കയറുകയാണ്. അപ്പോൾ ലൈബ്രറിയുടെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ കൃഷ്ണദേവനെക്കുറിച്ചും വിവേകാനന്ദ സ്വാമികളെക്കുറിച്ചുമുള്ള ഒരുപാട് കഥകൾ ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കാം. പക്ഷെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തായാലും തൽക്കാലം കുറച്ചൊന്ന് എടുത്തിട്ട് ഇതിനുള്ളിലോട്ട് ഇത്രയും വരെ പിടിക്കാം, പക്ഷേ ഇതിനുള്ളിലോട്ടുള്ളത് നമുക്ക് വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ പിന്നെ ദാർശനികൻ എന്ന നിലയിൽ സ്വാമി വിവേകാനന്ദനെ രണ്ട് വ്യത്യസ്ത ദൃഷ്ടികോണുകളിൽ നിന്നും അപഗ്രഥിക്കാം. ഒന്നാമത്തേത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീശങ്കരനും വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ച ഭാരതീയ മതതത്വശാസ്ത്രത്തെ ആധുനിക വ്യാവസായിക ശാസ്ത്രീയ യുഗത്തിനനുസൃതമായി വ്യാഖ്യാനിച്ച ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയിലും, പിന്നെ അതേപോലെ രണ്ടാമത്തേത് മതസംസ്കാരത്തിന് ആധുനിക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഭാഷയിൽ പുതിയ നിർവചനവും വ്യാഖ്യാനവും നൽകി ആയുസ് നീട്ടിക്കൊടുത്ത ദാർശനികൻ എന്ന നിലയിലുമാണിത്. ഇപ്പോൾ ഇവിടെ പിന്നെ വിവേകാനന്ദ പാറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടിയിട്ട് ഡൊണേഷൻസ് കൊടുത്തവരുടെ ഒരു ഇതാണ് കണ്ടത്. പിന്നെ അതേപോലെ ആധുനിക യുഗത്തിൻ്റെ മുഖമുദ്രകളായ ഭൗതികവാദം, ശാസ്ത്രീയ ഗവേഷണ ബുദ്ധി, യുക്തിചിന്ത ഇവയ്ക്കെതിരല്ല മതമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിവസമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൊൽക്കത്തയിലെ ഉത്തരഭാഗത്തെ സിംല എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിയമ പണ്ഡിതനും പിന്നെ അതേപോലെ അഭിഭാഷകനുമായിരുന്ന വിശ്വനാഥ് ദത്തയുടെയും വിദ്യാസമ്പന്നയും പുരാണ പണ്ഡിതയുമായിരുന്ന ഭുവനേശ്വരിയുടെയും 10 സന്താനങ്ങളിൽ 6ാമത്തെ സന്താനമായി 1863 ജാനുവരി 12 തിങ്കളാഴ്ച മകരസംക്രാന്തി ദിവസം രാവിലെ പൗഷമാസത്തിലെ കൃഷ്ണസപ്തമിയും അത്തം നക്ഷത്രവും കൂടിയ സമയത്താണ് സ്വാമി വിവേകാനന്ദൻ എന്ന നരേന്ദ്രനാഥ് ദത്ത ജനിച്ചത്. വിശ്വനാഥ് ദത്തയുടെയും ഭുവനേശ്വരിയുടെയും 3 മക്കൾ നേരത്തെ മരിച്ചു കഴിഞ്ഞിരുന്നു. അക്കാലത്ത് ഭാരതത്തിൻ്റെ തലസ്ഥാനം കൊൽക്കത്ത അല്ലെങ്കിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ കൽക്കത്ത, അതായത് ഇപ്പോഴത്തെ കൽക്കട്ട എന്നുള്ളത് ഇപ്പോഴത്തെ കൊൽക്കത്ത. അപ്പോൾ നരേന്ദ്രൻ എന്നൊക്കെ അടുപ്പമുള്ളവർ വിളിച്ച ആ കുട്ടി ധൈര്യവും ദയയും ഹൃദയത്തിലേറ്റി വളർന്നു. വിശ്വേശ്വരൻ എന്നായിരുന്നു അവൻ്റെ അമ്മ നൽകിയ പേര്, അല്ലെങ്കിൽ ബീരേശ്വർ. അത് ചുരുക്കി ബിലെ എന്നാണ് നരേന്ദ്രനെ വീട്ടിലെ അംഗങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മണ്ഡപത്തിലേക്ക് നമ്മളിപ്പോൾ കയറുകയാണ്. അപ്പോൾ ഇവിടെ ദേവിയുടെ പാദങ്ങൾ ഈ മണ്ഡപത്തിൽ ഉണ്ടെന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ആ പാദങ്ങൾ നമുക്ക് കാണാം. ഞാൻ ഇതിനകത്ത് കയറി കണ്ടു, പക്ഷേ നമുക്ക് ഇതിനകത്തും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ദേവിയുടെ പാദങ്ങൾ ഈ മണ്ഡപത്തിൽ വെച്ചിട്ടുണ്ടെന്നാണ്. അതേപോലെ ഒരിക്കൽ കേട്ടതൊന്നും മറക്കാതിരിക്കുവാനുള്ള ഓർമ്മശക്തിയും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ള കഴിവും കുട്ടിക്കാലത്ത് തന്നെ നരനുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരനെ കാണണമെന്ന ആഗ്രഹം കലശലായ നരേന്ദ്രൻ അതിനായി ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകാഗ്രമായ ധ്യാനവും നരന് വശമായി. ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനാണ് നരേന് പ്രാഥമിക പാഠങ്ങൾ പകർന്നു നൽകിയത്. അതിനുശേഷം കുട്ടിയെ 7ാം വയസ്സിൽ മെട്രോപൊളിറ്റൻ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുവാൻ തുടങ്ങി. 1879 നരൻ ഹൈസ്കൂൾ പരീക്ഷ 1ാം ക്ലാസ്സിൽ ജയിച്ച് പ്രസിഡൻസി കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു. പിന്നീട് ജനറൽ അസംബ്ലീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പാശ്ചാത്യ തത്വശാസ്ത്രവും ലോക ചരിത്രവും പഠിച്ചു.
മധുര ശബ്ദത്തിനുടമയായിരുന്ന നരൻ വായ്പാട്ടും ഹിന്ദി, ഉറുദു, പേർഷ്യൻ സംഗീതങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഉപകരണ സംഗീതവും വശമാക്കിയിരുന്നു. അതേപോലെ ശ്രീരാമകൃഷ്ണ സംഗമത്തെക്കുറിച്ചാണ്. ഈശ്വരനെ കാണുവാൻ സാധിക്കുമോ? എങ്ങനെയാണത് സാധിക്കുക? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? മുതലായ പ്രപഞ്ചത്തിനെയും ഈശ്വരനെയും കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു നരേന്ദ്രൻ്റെ മനസ്സ്. വളരെയധികം സന്യാസിമാരെയും മറ്റും നരേന്ദ്രൻ കണ്ടെങ്കിലും ആർക്കും നരേന്ദ്രനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ല. അക്കാലത്ത് തൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ഹേസ്റ്റിയിൽ നിന്നായിരുന്നു നരേന്ദ്രൻ ദക്ഷിണേശ്വരത്ത് താമസിച്ചിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് അറിഞ്ഞത്. 1881 നരേന്ദ്രൻ്റെ അയൽവാസിയായ സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ ശ്രീരാമകൃഷ്ണൻ വന്നിരുന്നു. മിത്ര പറഞ്ഞതനുസരിച്ച് അവിടെ എത്തിയ നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണന് വേണ്ടി ഒരു കീർത്തനം ആലപിച്ചു. സംപ്രീതനായ ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ ദക്ഷിണേശ്വരത്തേക്ക് ക്ഷണിച്ചിട്ടാണ് മടങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്കകം ചില സുഹൃത്തുക്കളുമായി ശ്രീരാമകൃഷ്ണ സന്നിധിയിലെത്തിയ നരേന്ദ്രനെ പ്രതീക്ഷിച്ചിരുന്നവനെ പോലെ ശ്രീരാമകൃഷ്ണൻ സ്വീകരിച്ചു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹത്തിൻ്റെ ഭാവി നിർണയിച്ചതായിരുന്നു ഈ സമാഗമം. വെറുമൊരു കൂടിക്കാഴ്ചയായിരുന്നില്ല അതെന്ന് ശ്രീരാമകൃഷ്ണദേവന്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. നീ വരാൻ ഇത്ര താമസിച്ചതെന്തേ? എൻ്റെ ആത്മാനുഭവങ്ങളെ പങ്കുവയ്ക്കാനും എൻ്റെ മനസ്സിനെ തുറന്നു കാണിക്കാനും ഞാൻ എത്ര കാലമായി വെമ്പൽ കൊള്ളുന്നു. നരേന്ദ്രനെ ഏറെക്കാലമായി അലട്ടിയിരുന്ന ഈശ്വരനെ കാണുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ആത്മാർത്ഥമായി ഈശ്വര ദർശനത്തിന് ആഗ്രഹിക്കുന്നവന് ഈശ്വരൻ പ്രത്യക്ഷപ്പെടും എന്നായിരുന്നു മറുപടി. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ചരിത്ര കഥകളും കൂടി നമുക്ക് പറഞ്ഞു വരാം. നരേന്ദ്രൻ തൻ്റെ ആത്മീയ ഗുരുവിനെയാണ് ശ്രീരാമകൃഷ്ണനിൽ കണ്ടത്. നരേന്ദ്രൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു അത്. ശ്രീരാമകൃഷ്ണനാകട്ടെ നരേന്ദ്രനിൽ തൻ്റെ പിൻഗാമിയെയും കണ്ടെത്തി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നടന്നു വരുമ്പോൾ 1884 നരേന്ദ്രൻ്റെ പിതാവ് മരിച്ചു. ഇവിടെ ഒരു റെയിൻ വാട്ടർ റിസർവോയർ വെച്ചിട്ടുണ്ട്. അങ്ങനെ 6-7 അംഗങ്ങളുള്ള കുടുംബത്തിൻ്റെ ഭാരം നരേന്ദ്രനിലായി. ഒരു തൊഴിൽ തേടി നരേന്ദ്രൻ അലഞ്ഞു. സമ്പാദ്യങ്ങളൊന്നുമില്ലായിരുന്നതിനാൽ കുടുംബം പട്ടിണിയിലായി. കിട്ടിയ തൊഴിലുകൾ ഒന്നും കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഉതകില്ലായിരുന്നു. കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈശ്വരനെ പഴിക്കാൻ തുടങ്ങി. നരേന്ദ്രനിൽ ഈശ്വര വിശ്വാസത്തിൻ്റെ അടിത്തറ പാകിയ മാതാവ് പോലും ഈശ്വരനെ നിന്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ പട്ടിണിയും കഷ്ടപ്പാടും ഈശ്വരനുണ്ടെങ്കിൽ എന്തിനു സൃഷ്ടിച്ചു എന്ന് നരേന്ദ്രൻ ചിന്തിക്കാൻ തുടങ്ങി. പ്രശ്നപരിഹാരത്തിനായി ശ്രീരാമകൃഷ്ണൻ അടുത്തെത്തിയ നരേന്ദ്രനോട് കഷ്ടപ്പാട് മാറാൻ പ്രാർത്ഥിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനായി കാളീക്ഷേത്രത്തിലെത്തിയ നരേന്ദ്രന് ഭക്തി നൽകിയാലും അറിവ് നൽകിയാലും വൈരാഗ്യം നൽകിയാലും എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞുള്ളൂ. നരേന്ദ്രനിൽ സന്തുഷ്ടനായ ഗുരു കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ അനുഗ്രഹം നൽകിയത്രേ. 1886 ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയായി. നരേന്ദ്രനും മറ്റുള്ളവരും ചേർന്ന് ഗംഗാതീരത്ത് ഗുരുവിനെ സംസ്കരിച്ചു. ഗുരുവിൻ്റെ ആശയങ്ങളും ഉപദേശങ്ങളും പ്രചരിപ്പിക്കണമെന്ന് നരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ തീരുമാനമെടുത്തു. ശ്രീരാമകൃഷ്ണ ഭക്തനായിരുന്ന സുരേന്ദ്രനാഥ ദത്തയുടെ സാമ്പത്തിക സഹായത്തോടെ കൊൽക്കത്തയ്ക്കടുത്ത് വരാഹനഗരം എന്ന ഒരു ചെറുപട്ടണത്തിൽ ഒരു പഴയ കെട്ടിടം വാടകയ്ക്കെടുത്ത് ആദ്യത്തെ ശ്രീരാമകൃഷ്ണ ആശ്രമം തുടങ്ങി. അതിന് ശേഷം ലൗകിക ബന്ധങ്ങൾ പൂർണ്ണമായി വെടിഞ്ഞ് ആശ്രമത്തിനായി ജീവിക്കാൻ തീരുമാനിച്ചു. ശ്രീരാമകൃഷ്ണന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു ഭാരത പര്യടനത്തിനായി വിവേകാനന്ദൻ പുറപ്പെട്ടു. വാരണാസി, അയോധ്യ വഴി ഹിമാലയ പ്രദേശങ്ങളിലായിരുന്നു 1888 ആദ്യത്തെ യാത്ര. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് കണ്ടില്ലേ, കുറച്ച് കോൺക്രീറ്റ് പാളികൾ
അത് ക്രെയിൻ ഉപയോഗിച്ച് കുറച്ച് കരഭാഗം ഉണ്ടാക്കിയിടാനുള്ള ശ്രമത്തിലാണ്. അവിടെ ഒരു എഞ്ചിനീയറും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, അത് കൊളുത്ത് ഒരു കുറേ കോൺക്രീറ്റ് പാളികൾ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ട് അത് ഈ പാറയോട് ചേർന്ന് തന്നെ ചില തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അത് രസകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ബോട്ട് ഇതുവരെ എത്തിയില്ല. അപ്പോൾ ബോട്ട് എത്താത്തത് കൊണ്ട് ഇത് കുറച്ചൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അതിനായിട്ടാണ് ഇവിടെ നിന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കഥകളിലേക്ക് കടക്കാം. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വിവേകാനന്ദ സ്വാമിയുടെ ബാക്കി കഥകളിലേക്ക് കടക്കാം. ആ യാത്രയിൽ ഹത്രാസ് തീവണ്ടി സ്റ്റേഷനിൽ നിന്നും ഹത്രാസ് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ശരത്ചന്ദ്രഗുപ്തൻ എന്നയാളാണ് വിവേകാനന്ദൻ്റെ ആദ്യ ശിഷ്യനായ സദാനന്ദൻ. തെക്കേ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട വിവേകാനന്ദൻ 1892 ബാംഗ്ലൂർ വഴി ഷൊർണൂറിലെത്തി. ഇവിടെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു മുതലായവരെ കണ്ട് വിവേകാനന്ദൻ സന്തുഷ്ടനായി. ചട്ടമ്പി സ്വാമികളാണ് വിവേകാനന്ദന് ചിന്മുദ്രയുടെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത്. എങ്കിലും കേരളത്തിലെ ജാതി തിരിവിലും അനാചാരങ്ങളിലും അസ്വസ്ഥനായ സ്വാമികൾ മതപരിവർത്തനം നടത്തിയ താഴ്ന്ന ജാതിക്കാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും മറ്റുള്ളവർക്ക് ലഭിക്കുന്നില്ല എന്ന അവസ്ഥ കണ്ട് ഈ മലബാറുകാരെല്ലാം മതഭ്രാന്തന്മാരാണ്, ഇവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയവും എന്ന് അഭിപ്രായപ്പെട്ടു. പിന്നീട് രാമേശ്വരം വഴി കന്യാകുമാരിയിലെത്തിയ സ്വാമികൾ തൻ്റെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ നീണ്ട യാത്രയിൽ കണ്ടത് മഹത്തായൊരു പൈതൃകം നിരക്ഷരതയിലും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ആണ്ടുപോകുന്നതാണ്. അതൊരു സത്യം തന്നെയാണ്. നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്, ആ വലിയ മഹത്തായ സംസ്കാരം ശരിക്കും ഇപ്പോഴും അത് നിരക്ഷരതയിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ പെട്ട് അത് നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമില്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കന്യാകുമാരി കടലിൽ കണ്ട ഒരു വലിയ പാറയിലേക്ക് നീന്തി ചെന്ന അദ്ദേഹം 3 ദിവസം, അതായത് നീണ്ട ഒരു തപസ്സായിരുന്നു, 3 ദിവസം 1892 ഡിസംബർ 25, 26, 27 തീയതികളിൽ അവിടെ ധ്യാന നിരതനായിരുന്നു. കണ്ടില്ലേ, ആ കോൺക്രീറ്റ് പാളി പൊക്കിയെടുത്തു. അവിടുന്ന് കോൺക്രീറ്റ് പാളി പൊക്കിയെടുത്തിട്ടുണ്ട്. ഒരു നവചൈതന്യവുമായാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഈ പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറ ആയി മാറിയത്. അക്കാലത്ത് ഷിക്കാഗോ സർവമത സമ്മേളനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ശിഷ്യന്മാർ അതിനുള്ള പണവും പിരിച്ചെടുത്ത് വിവേകാനന്ദന്റെ അടുത്തെത്തിയപ്പോൾ വിവേകാനന്ദൻ ആവശ്യപ്പെട്ടത് അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനാണ്. 1892 ഡിസംബറിൽ കന്യാകുമാരിയിലെ പാറപ്പുറത്ത് ധ്യാനത്തിലിരിക്കുമ്പോഴാണ് ഷിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് സ്വാമി തീരുമാനിച്ചത്. 1893 വിവേകാനന്ദൻ തൻ്റെ സുഹൃത്തും ശിഷ്യനുമായിരുന്ന ഖത്രി രാജാവിൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലമാണ് വിവേകാനന്ദൻ എന്ന പേര് സ്ഥിരമായി സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ നിർബന്ധം മൂലം വിവേകാനന്ദൻ ഷിക്കാഗോയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. 1893 ജനുവരി 12 ഖത്രി രാജാവ് നൽകിയ ടിക്കറ്റിൽ വിവേകാനന്ദൻ മുംബൈ തുറമുഖത്ത് നിന്നും പെനിൻസുലാർ എന്ന കപ്പലിൽ ലോക പര്യടനത്തിനായി പുറപ്പെട്ടു. സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, ജപ്പാൻ, കാനഡ തുടങ്ങിയ പ്രദേശങ്ങൾ യാത്രക്കിടയിൽ അദ്ദേഹം സഞ്ചരിച്ചു. കാനഡയിലെ വാൻകൂവറിൽ നിന്ന് ഷിക്കാഗോയിലെത്തിയ വിവേകാനന്ദൻ മേളയുടെ അന്വേഷണ വിഭാഗത്തിൽ നിന്നും മതസമ്മേളനത്തിൽ പ്രസംഗിക്കുവാൻ ഇനി സാധിക്കില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. നമ്മുടെ ബോട്ട്, നമുക്ക് അങ്ങോട്ട് പോകേണ്ട ബോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെറി വന്നിട്ടുണ്ട്. അവരുടെ ഭാഷയിൽ ഫെറി എന്നാണ്. ഫെറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ഫെറിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനത് പ്രസംഗിക്കാൻ സാധിക്കില്ല എന്നുള്ള മറുപടി ലഭിച്ചപ്പോൾ കയ്യിൽ പണമില്ലാതെ അലഞ്ഞു നടന്ന വിവേകാനന്ദൻ പൗരസ്ത്യ ആശയങ്ങളിൽ താല്പര്യമുള്ളവനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറുമായിരുന്ന JH റൈറ്റിനെ പരിചയപ്പെട്ടു. റൈറ്റിന്റെ സഹായം കൊണ്ടാണ് വിവേകാനന്ദന് മേളയിൽ സ്വയം പ്രതിനിധീകരിക്കാൻ സാധിച്ചത്.
മതമഹാസമ്മേളനത്തിൻ്റെ നിർവാഹക സമിതിക്ക് JH റൈറ്റ് ഇങ്ങനെ എഴുതി: ഈ ഭാരതീയനായ സന്യാസി നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രൊഫസർമാരെയും ഒന്നിച്ചു ചേർത്താലും അവരെക്കാളും വലിയ പണ്ഡിതനാണ്. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ സമ്മേളനത്തിൽ പ്രതിനിധിയായി സ്വീകരിക്കപ്പെട്ടത്. 1893 സെപ്റ്റംബർ 11 മേളയിൽ കൊളംബസ് ഹാളിൽ നടത്തിയ അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗം അമേരിക്കയുടെ ആത്മാവിനെ ആത്മാർത്ഥമായി സ്പർശിച്ചു. കൊളംബസ് അമേരിക്കയിലെത്തിയതിൻ്റെ 400-ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക കൊളംബസ് എക്സ്പോസിയേഷൻ്റെ ഭാഗമായ ലോകമത സമ്മേളനമായിരുന്നു അത്. പത്രങ്ങളും മറ്റും വിവേകാനന്ദന് നല്ല പ്രസിദ്ധി നേടിക്കൊടുത്തു. തുടർന്ന് വിവേകാനന്ദൻ മേളയിൽ 12ഓളം പ്രസംഗങ്ങൾ നടത്തി. 1894 സ്വാമിജി ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. പിന്നീട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമായി അനേകം പ്രസംഗങ്ങൾ നടത്തി. 1894 സ്വാമിജി ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1895 വിവേകാനന്ദൻ ഫ്രാൻസ് വഴി ഇംഗ്ലണ്ടിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോയതിനു ശേഷം ലണ്ടനിൽ മിസ് മുള്ളറും മിസ്റ്റർ സ്റ്റർഡിയും അദ്ദേഹത്തെ സ്വീകരിച്ചു. 2 മാസത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം സ്വാമിജി വീണ്ടും ന്യൂയോർക്കിലേക്ക് പോയി. കർമ്മയോഗത്തെക്കുറിച്ച് ന്യൂയോർക്കിൽ വെച്ച് പ്രഭാഷണം നടത്തിയ സ്വാമിജി വീണ്ടും ലണ്ടനിലെത്തി. 1897 ജനുവരി 15 ഏതാനും പാശ്ചാത്യ ശിഷ്യരുമൊത്ത് കൊളംബോ തുറമുഖത്തെത്തി. കൊളംബോയിൽ നിന്ന് രാമേശ്വരത്തിനടുത്തുള്ള പാമ്പനിൽ വന്നിറങ്ങിയ സ്വാമിജിക്ക് ഭാരതത്തിൽ വൻ സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഇംഗ്ലണ്ടിലെ പ്രവർത്തനങ്ങൾ അഭേദാനന്ദനെയും അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ശാരദാനന്ദനെയും ഏൽപ്പിച്ച വിവേകാനന്ദൻ 3 വർഷത്തോളം എടുത്ത പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്വാമിനി നിവേദിത, മാർഗരറ്റ് നോബിൾ അടക്കമുള്ള അവരുടെ പേരാണ് ഈ പിന്നീട് അവരുടെ ആദ്യത്തെ പേരാണത് തുടങ്ങിയ പാശ്ചാത്യ ശിഷ്യരുമൊത്ത് കൊളംബോയിലും അവിടുന്ന് തമിഴ്നാട്ടിലെ പാമ്പനിലും എത്തിയ വിവേകാനന്ദൻ ഭാവി ഭാരതത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്ന പ്രഭാഷണ പരമ്പരയിൽ മുഴുകി. പിന്നീട് വിവേകാനന്ദൻ ചെന്നൈയിൽ നിന്നും കൊൽക്കത്തയ്ക്ക് കപ്പൽ കയറി. കൊൽക്കത്തയിലെത്തിയ വിവേകാനന്ദൻ സന്യാസി മഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബാഗ് ബസാറിൽ നിവേദിത വിദ്യാലയവും സ്ത്രീകൾക്കായി ശാരദാ മഠവും സ്ഥാപിച്ചു. അപ്പോഴേക്കും ആസ്മയും തുടർച്ചയായ പ്രവർത്തനവും വിവേകാനന്ദൻ്റെ ആരോഗ്യം നശിപ്പിച്ചിരുന്നു. 1899 അനാരോഗ്യം വകവയ്ക്കാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം കപ്പൽ കയറി. അമേരിക്കൻ ലണ്ടൻ പര്യടനത്തിന് ശേഷം 1900 പാരീസിൽ നടന്ന മത ചരിത്ര മഹാസഭയിൽ പങ്കുകൊണ്ടു. അവിടുന്ന് വിയന്ന, കെയ്റോ വഴി വീണ്ടും ഇന്ത്യയിലേക്ക്. നമ്മളിപ്പോൾ കരയോട് തൊട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ വന്നിറങ്ങുകയാണ്. ഇനി അടുത്തത് നമുക്കിനി വിവേകാനന്ദ സ്വാമികളുടെ അവസാന കാലത്തെക്കുറിച്ച് ചില കഥകളൂടുണ്ട്. ഇന്ത്യയിലെത്തിയ, ഇത് കഥയല്ല ചരിത്രമാണ്, നടന്ന സംഭവമാണ്. ഇന്ത്യയിലെത്തിയ വിവേകാനന്ദൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയെമ്പാടും വിശ്രമമില്ലാതെ സഞ്ചരിച്ചു. മഠാധിപതിയുടെ ചുമതലകൾ കൃത്യമായി ചെയ്തു. 1902 ജൂലൈ 4 വെള്ളിയാഴ്ച രാത്രി ശിഷ്യരുടെ സംഗീതം ആസ്വദിച്ചിരുന്ന വിവേകാനന്ദൻ പെട്ടെന്നൊരു ശിഷ്യനോട് തൻ്റെ കാലൊന്ന് തിരുമ്മിത്തരുവാൻ ആവശ്യപ്പെട്ടു. ആ ഇരിപ്പിൽ ധ്യാനത്തിൽ പ്രവേശിച്ച വിവേകാനന്ദൻ സമാധിയാകുകയാണ് ഉണ്ടായത്. സമാധി സമയത്ത് അദ്ദേഹത്തിന് 39 വയസ്സായിരുന്നു. ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ മരണകാരണം മസ്തിഷ്ക ആഘാതമായിരുന്നു. ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുവാൻ ഏറെ ഉത്സാഹിച്ച വിവേകാനന്ദൻ സർവസംഘ പരിത്യാഗിയായി വേദാന്ത ധർമ്മത്തിൽ അധിഷ്ഠിതമായ നിരപേക്ഷമായ കർമ്മം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധിത എന്ന് ലോകത്തെ വിളിച്ചുണർത്തിയ വിവേകാനന്ദൻ സത്യം കണ്ടെത്തുകയും സേവനം ചെയ്യുകയുമാണ് ശരിയായ ജീവിതമെന്ന് കരുതിയ ഒരു മഹാനാണ്. ഇത്രയുമാണ് വിവേകാനന്ദ സ്വാമികളുടെ ചരിത്രം. അപ്പോൾ ഈ ഒരു കഥ ഇതൊരു കഥയല്ല, ഒരു ചരിത്രമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആർക്കും ശരിക്കും ഒരു
വളരെ ഹൃദ്യമായ ഒരു ജീവിത അനുഭവങ്ങളാണ് വിവേകാനന്ദ സ്വാമികൾക്കുണ്ടായിരുന്നത്. ലോകത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഭാരത സംസ്കാരത്തോളം ഉയർന്ന ഒരു സംസ്കാരം നിലനിൽപ്പില്ല എന്നും ആ സംസ്കാരത്തെ എത്രത്തോളം നമുക്ക് വ്യാപ്തിയിൽ അല്ലെങ്കിൽ എത്രത്തോളം ഉന്നതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുമൊക്കെ കാണിച്ചു തന്ന ഒരു ആത്മീയ ഗുരുവാണ്. പക്ഷേ അതിൻ്റെ ഗുരുവാണ് വിവേകാനന്ദ സ്വാമികൾ. പക്ഷേ അതിൻ്റെ ഒന്നും പ്രാധാന്യം മനസ്സിലാക്കാതെ പല വിധത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ പേറിക്കൊണ്ട് നമ്മൾ ഇതിനെയൊന്നും ശരിയായ ദിശയിൽ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമ്മളങ്ങനെ വിവേകാനന്ദ പാറ ഒക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഈ നടക്കുന്ന സമയത്തെ കാഴ്ചകളുമൊക്കെ അതിമനോഹരമാണ്. കാരണം നമ്മൾ ഇവിടെ കുറച്ചെന്നല്ല, ഇവിടെ രണ്ട് ക്രെയിനുകൾ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മണൽ ചാക്കുകൾ സൈഡിൽ അടുക്കിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ വേണം. വിലപിടിപ്പുള്ള സാധനങ്ങളുമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചേ കൊണ്ടുപോകാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പറന്ന് കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ കുറച്ച് കോൺക്രീറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് കട്ടകൾ നമ്മൾ അവിടെ കണ്ടില്ലേ, കോൺക്രീറ്റ് കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നത്. അടുക്കാനായിട്ട് ക്രെയിനിൽ കൊണ്ടുവന്നിങ്ങനെ ഇടുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ അവിടെ പുതിയ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആ പാറയിൽ ഈ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ടുവന്ന് അടുക്കി അതിനെ നിരപ്പാക്കിയതിന് ശേഷം ആ വെള്ളത്തിന് മുകളിലുള്ള ഈ കോൺക്രീറ്റ് കട്ടകളിലായിരിക്കാം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇതൊരു തുറമുഖം കൂടിയാണ്. കണ്ടില്ലേ, ഇഷ്ടംപോലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലമാണ്. നമ്മളങ്ങോട്ടേ പോകാനായിട്ട്, അതായത് വിവേകാനന്ദ പാറയിലോട്ട് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് കയറി വന്ന സ്ഥലമാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല ദാഹമുണ്ട്. എവിടുന്നെങ്കിലും ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം പോവാൻ. ഇനി നമുക്ക് അടുത്ത കാഴ്ചകളെന്ന് പറയുന്നത് വാച്ച് ടവറാണ്. അപ്പോൾ അത് വാച്ച് ടവറിലോട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു ആ വാച്ച് ടവറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കന്യാകുമാരിയിലെ കാഴ്ചകൾ. പിന്നുള്ളത് സൺസെറ്റാണ്. അപ്പോൾ സൺസെറ്റിന് പോകുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ തിരുപ്പതിയിലൊന്ന് പോയിട്ട് വരണം. അതൊക്കെയാണ് ഇനി അടുത്ത പദ്ധതികൾ. നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റിൻ്റെ അവിടോട്ട് വന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കരിക്ക് കച്ചവടക്കാരൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കരിക്കൊക്കെ കൊണ്ടുവന്ന് അടുക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ എവിടുന്നെങ്കിലും നമുക്ക് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം പോവാൻ. അതുകൊണ്ട് ഇവിടെ ജ്യൂസുകൾ, വെള്ളം, നാരങ്ങ വെള്ളമൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എവിടുന്നെങ്കിലും ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട്, കരിമ്പിൻ ജ്യൂസ് ഉണ്ട് കേട്ടോ അവിടെ, കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. നമുക്കിവിടുന്ന് ഇത്തിരി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്കിനി പുറത്തോട്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിവേകാനന്ദ സ്വാമികളുടെ കഥകൾ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കണ്ട ലൈറ്റ് ഹൗസിലോട്ടുള്ള ഒരു ബോർഡാണ്. ലൈറ്റ് ഹൗസിലോട്ട് പോകേണ്ടിയ ബോർഡാണ്. ഒരു ദിശാസൂചിക എന്നൊക്കെ പറയും. അതെ, അതൊക്കെ കോമ്പസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികവും ചരിത്രവും എല്ലാം കൂടി ഇടകലർന്ന പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ആണ്. അത് നമ്മളങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നല്ലോ. പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ആണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ചില വിശേഷങ്ങളുമായിട്ട്, അല്ലെങ്കിൽ വാച്ച് ടവറിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.